ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ അടുക്കളപ്പണികളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ എണീറ്റ് വന്നു. അടുക്കളയിൽ തലേദിവസം നമ്മൾ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ദോശയ്ക്കുള്ളത്. അതൊക്കെ ഒന്ന് ഉപ്പിട്ട് കലക്കി പിന്നെ ചായ ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ചായക്ക് വെള്ളമൊക്കെ ചാരുമോളം ഇങ്ങനെ വെള്ളമൊക്കെ ചോദിച്ച് കൂട്ടി അവൾ പിന്നെ ചായക്ക് അടുപ്പത്താക്കി വെച്ചു കേട്ടോ. പിന്നെ ആ സമയം കൊണ്ട് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് പോവാണ്. ചായയൊക്കെ ഒന്ന് ആറ്റിയെടുത്ത് വെച്ചിട്ട് അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാൻ ദോശ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ വൈകുന്നേരം ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ദോശയോ ഇഡലിയോ ഒക്കെ ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ രാത്രി തന്നെ ഇതുപോലെ സാമ്പാർ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ പിന്നെ രാവിലെ മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്ത് വേഗം തന്നെ നമുക്ക് പണി ഒരുങ്ങിയ പോലെ തോന്നും. പണി ഒരുങ്ങുകയല്ല, ഇപ്പോൾ അവർക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ ഇത്തിരി ലേറ്റായി അല്ലെങ്കിൽ ചട്നിയൊക്കെ ഉണ്ടാക്കാൻ ഇത്തിരി വൈകിയാൽ പോലും നമുക്ക് ആ ഒരു സാമ്പാർ കൂട്ടി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കി വയ്ക്കും സാധാരണ. അപ്പോൾ ഇന്നിപ്പോൾ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുകയാണ്. ചമ്മന്തി ഞാൻ പുതിന ചമ്മന്തിയാണ് കേട്ടോ അന്ന് ഉണ്ടാക്കുന്നത്. ഇന്നലെ പുതിന വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പുതിനയും കുറച്ച് മല്ലിയിലയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെറുതെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വാടിപ്പോവും. അപ്പോൾ ഞാൻ എന്തായാലും അതുകൊണ്ട് ഇത്തിരി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുതിന ചമ്മന്തി നമുക്ക് പലഹാരത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചമ്മന്തി ഉണ്ടാക്കാറില്ലേ, അതുപോലത്തെ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ചെറിയുള്ളിയും ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ എണ്ണയിൽ നന്നായിട്ട് വാട്ടിയെടുത്തു. പിന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പുതിനയിലയും ഇത്തിരി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളക് ഇടുകയാണെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വറ്റൽമുളക് ഉണ്ടല്ലോ വറമുളക്, അത് ഇടുകയാണെങ്കിൽ ഇടാം. ഇതിപ്പോൾ രണ്ടുമല്ല, ഞാൻ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്, അതും ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ മുളക് പൊടി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളി ചേർക്കണ പകരം വേണമെങ്കിൽ ഇത്തിരി പുളി ഉണ്ടല്ലോ വാളൻപുളി, അത് ചേർത്താലും കുഴപ്പമില്ല. ഞാനിവിടെ പലഹാരത്തിനായതുകൊണ്ട് അധികം പുളിയൊന്നും വേണ്ട. അപ്പം നമ്മൾ തക്കാളി ചേർത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു തക്കാളി ഇട്ടത് കേട്ടോ. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു ചമ്മന്തി വഴറ്റിയിട്ട് നല്ലൊരു മണമൊക്കെ വരുമല്ലോ, ആ ടൈമിൽ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇത് തണുക്കുമ്പോൾ അരച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇഡ്ഡലിൻ്റെ കൂടെ ദോശൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി. പിന്നെ കഞ്ഞി കുടിക്കാനും നന്നായിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തിൻ്റെ കൂട്ടൊക്കെ ഇവിടെ വഴറ്റി അങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞ് തുടങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ അടുപ്പ് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം മിക്സിയിലിട്ട് അരയ്ക്കാം കേട്ടോ. കുറച്ച് വെള്ളവും ചേർത്തിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാവും. അപ്പോൾ അടുക്കള പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏട്ടൻ അവിടെ തൊടിയിൽ കുറച്ച് വിറകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അന്ന് മുറിച്ചതിൻ്റെ. അപ്പോൾ ഇത് മുറ്റത്ത് അവിടെ ഇങ്ങനെ അടുക്കി വയ്ക്കുന്നത്, വേറെ സ്ഥലവും ഇല്ലേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇതിപ്പോൾ ഇവിടെ മുറ്റത്ത് അടുക്കി വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിറക് പൊളിക്കുന്ന യന്ത്രം ഉണ്ടല്ലോ, നമ്മൾ മോട്ടർ വണ്ടിയിൽ കൊണ്ടുവരില്ലേ, അത് കൊണ്ടുവന്നിട്ട് പൊളിച്ചെടുക്കാമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ പ്ലാന്. അല്ലാതെ വെട്ടിപ്പൊളിക്കാനൊന്നും പറ്റില്ല. വെട്ടിപ്പൊളിക്കാൻ പാളും കിട്ടാൻ വഴിയിൽ ഏട്ടനെ കൊണ്ടും അങ്ങനെ പറ്റില്ല കേട്ടോ. നല്ല കനമുള്ള മുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടി കൊണ്ടുവരുമ്പോൾ പൊളിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വണ്ടി വരുമ്പോൾ ഈ മുറ്റത്തേ നിൽക്കുള്ളൂ, അങ്ങോട്ട് ഒന്നും നമ്മുടെ തൊടീൻ്റെ ആ ഭാഗത്തേക്കൊന്നും പോകുമൊന്നുമില്ല. അപ്പോൾ വരുന്ന സമയത്ത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ട് അടുക്കി വെച്ചാൽ പിന്നെ വന്നു വെച്ചാൽ അങ്ങനെ പൊളിച്ചിടാലോ എന്നും പറഞ്ഞിട്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും പിള്ളേർക്കുള്ള കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഏട്ടനും പോകാൻ നിൽക്കുന്നുണ്ട്, ചാരുമോളും സ്കൂളിൽ പോകാനായിട്ട് നിൽക്കുന്നുണ്ട്.
അപ്പോൾ പിള്ളേർക്ക് സ്കൂളിൽ എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. 10ാം ക്ലാസ്സുകാരുടെ 9ാം ക്ലാസ്സുകാരുടെയൊക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിങ്കളാഴ്ച മുതൽ ചാരുമോൾക്കും എക്സാം നടക്കുന്നുണ്ട് കേട്ടോ, തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മാർച്ച് 28 ആകുമ്പോഴാണ് അവസാനിക്കുന്നത്. കാരണം ഇടയിൽ വല്ലപ്പോഴൊക്കെ എക്സാമുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ലീവ് കൊടുത്തിട്ടുണ്ട്. പഠിക്കാനുള്ള ടൈമൊക്കെ ഉണ്ടെങ്കിലും മക്കൾ പഠിക്കണ്ടേ, പഠിച്ചാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എക്സാമൊക്കെ തുടങ്ങി. ഇനിയിപ്പോൾ വെക്കേഷൻ ഒക്കെ ആവാറായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വെക്കേഷൻ ടൈമായി വെച്ചാൽ പിന്നെ മക്കളുടെ പിടിച്ചാൽ കിട്ടില്ല അല്ലേ. നിലത്തൊന്നും ആയിരിക്കില്ല, 2 മാസം കാടോടി നടക്കും. അപ്പോൾ ചൂട് കാലമൊക്കെ ആയതുകൊണ്ട് പിന്നെ പറയും വേണ്ട. അപ്പോൾ അതാ ചൂട് കാലം തുടങ്ങുമ്പോഴത്തേക്ക് ഇതവിടെ മരമൊക്കെ മുറിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ തൊട്ടപ്പുറത്തെ പറമ്പിൽ തന്നെ മരം മുറിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഉള്ള മരം മുറിക്കുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഇവിടെ നിൽക്കാനും ഇരിക്കാനും പറ്റില്ല. അപ്പോൾ എന്തായാലും അവർ മരം മുറിക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ലല്ലോ. അപ്പോൾ ചെറിയൊരു തണലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതും കൂടെ നഷ്ടപ്പെടാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും മരമൊക്കെ മുറിച്ച് തള്ളുന്നുണ്ട്. അങ്ങനെ രാവിലത്തെ പണികൾ ചടപടാന്ന് വേഗം ചെയ്തിട്ട് ഇനിയിപ്പോൾ എവിടേക്കാണെന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ കൂടെ വെറുതെ പോവുകയാണ് കേട്ടോ. ഒരാവശ്യമില്ല, ഞാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഏട്ടൻ എവിടെയെങ്കിലും പുറത്ത് പോവുകയാണെങ്കിൽ ഞാനില്ലാണ്ട് അധികം പോകില്ല കേട്ടോ. വാന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പിന്നെ നമ്മളും കൂടെ പോകണം. അപ്പോൾ ശരി എന്നാന്നും പറഞ്ഞിട്ട് പിന്നെ ഞാനും ഏട്ടനും കൂടെ പുറത്തേക്ക് വന്നതാണ്. പുറത്തേക്ക് വന്നതൊന്നുമല്ല, തലേദിവസം ഏട്ടൻ ഓഫറിൽ 2 ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരെണ്ണം ടൈറ്റായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റാനായിട്ട് വന്നതാണ്. അങ്ങനെ ഷർട്ട് മാറ്റാനായിട്ട് കടയിൽ കയറി. പിന്നെ ഷർട്ടൊക്കെ ഓഫറിലാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലുതായിട്ട് അങ്ങോട്ട് സെലക്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ കിട്ടിയത് അതിൽ നല്ലത് ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ നോക്കി വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ നമുക്ക് നമ്മുടെ വണ്ടീൻ്റെ ഇൻഷുറൻസൊക്കെ അടയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും അടയ്ക്കാനുണ്ട്. അപ്പോൾ അവിടെയും പോകണം. അങ്ങനെ നമ്മൾ ഷർട്ടൊക്കെ മാറ്റിയെടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഇൻഷുറൻസൊക്കെ അടയ്ക്കാനായിട്ട് വന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ 20ാം തീയതിത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ 20ാം തീയതി എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ സ്കൂട്ടർ എടുത്തിട്ട് 1 വർഷം തികയുന്നു. അപ്പോൾ ഇന്നത്തോടെ നമ്മുടെ സ്കൂട്ടർ വാങ്ങിച്ചിട്ട് 1 വർഷമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻഷുറൻസും അങ്ങനെ കെട്ടാനായിട്ട് നമ്മൾ വന്ന് അവിടെയും കുറച്ച് നേരം ഇരുന്നു. പിന്നെ പോണ സമയത്ത് നമുക്ക് നാരങ്ങ വെള്ളമൊക്കെ വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ കടയിൽ കയറിയിട്ട് ഒരു ബേക്കറിയിൽ കയറി. പിന്നെ ഏട്ടതാ ചായയും കട്ട്ലറ്റും വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഞാൻ പിന്നെ വെള്ളം തയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ലൈമ് വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ ഒരു പരിപ്പ് വടി. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസം ഇനിയിപ്പോൾ വ്രതമായിരിക്കട്ടെ. വ്രതം എന്ന് പറഞ്ഞാൽ നമ്മൾ നോൺ വെജ് ഒന്നും കഴിക്കില്ല. നമ്മുടെ അമ്പലത്തിൽ കതിർ കുറിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഉത്സവമൊക്കെ ആയതുകൊണ്ട് നമ്മുടെ വീടുകളുടെ പരിസരത്ത് ആരും നോൺ വെജൊന്നും വെക്കില്ല കേട്ടോ. നമ്മൾ കഴിക്കൂല. ഇനിയിപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഇതാണ്. അപ്പോൾ സാധാരണ നമ്മൾ ബേക്കറിയിൽ പോയാൽ ഞാൻ വേഗം മുട്ട പപ്സ് വാങ്ങിക്കും. അതാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ ഇന്നിപ്പോൾ അതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ബാങ്കിലും പോകാനുണ്ടായിരുന്നു. അവിടെയും പോയി. അങ്ങനെ 10-11 മണിയാകുമ്പോഴാണ് തിരിച്ച് വീട്ടിൽ വന്നത്. വേഗം വന്ന പാടന്നെ വേഗം അടുപ്പൊക്കെ കത്തിച്ചു. കാരണം പുറത്ത് അടുപ്പിൽ കത്തിക്കാനായിട്ട് ഇനിയിപ്പോൾ പറ്റില്ല. ഭയങ്കര വെയിൽ ഉണ്ട് കേട്ടോ. 11 മണി കഴിഞ്ഞാൽ അവിടെ വെയിൽ വരും. അപ്പോൾ പിന്നെ ഈ ഒരു നമ്മുടെ അറപ്പുണ്ടല്ലോ ഷീറ്റിട്ട, അവിടെ വന്ന് അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വേഗം വെച്ചു. വെള്ളം ചൂടാകുമ്പോഴത്തേക്കും ഒരു റീലൊക്കെ എടുത്തു. പിന്നെ അരിയൊക്കെ ഇട്ടിട്ട് തീയൊക്കെ ഒന്ന് കത്തിച്ച് വിടുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കറി വെക്കണം. കറി കുറച്ച് സാമ്പാറുണ്ട് കേട്ടോ. തലേദിവസം ഞാൻ സാമ്പാർ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഇന്നിപ്പോൾ ഉച്ചക്കലത്തേക്കും അതന്നെ മതി. പിന്നെ എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നും പിന്നെ വിചാരിച്ചിട്ട് വേറെ പച്ചക്കറിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വേഗം കുറച്ച് വെള്ളപ്പയറുണ്ടല്ലോ, വൻപയർ, അതെടുത്തിട്ട് ഉപ്പൊക്കെ ചേർത്ത് അത് പുഴുങ്ങി. ഇനിയിപ്പോൾ അതൊന്ന് കടുക് പൊട്ടിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് അതൊക്കെ മതി. സാമ്പാറും നമ്മുടെ പയർ പുഴുക്കുണ്ടാക്കിയതുമാണ് കേട്ടോ കഴിച്ചത്. പിന്നെ രാവിലെ ഉണ്ടാക്കിയ ചമ്മന്തി. അങ്ങനെ നമ്മളിതാ കടുകൊക്കെ പൊട്ടിക്കാനായിട്ട് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു. ഇനിയിപ്പോൾ കടുക് ഇട്ട് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നമ്മൾ തേങ്ങ ചിരവിയതും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ച വെള്ളപ്പയറുണ്ടല്ലോ അതെടുത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഉപ്പേരിയും റെഡിയാകും കേട്ടോ.
അപ്പോൾ ഇതുപോലെ വെള്ളപ്പയറോ ചെറുപയർ കൊള്ള് ഇതൊക്കെ ഇങ്ങനെ പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ്. കറി വെച്ചാൽ അങ്ങനെ എടുത്ത് കഴിക്കില്ല. ഉപ്പേരിയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് കഴിക്കട്ടെ. കഞ്ഞീൻ്റെ കൂടെയൊക്കെ പറയാൻ വേണ്ട, നല്ല സാധമായിരിക്കും. അപ്പോൾ എന്തായാലും ആ ഉപ്പേരി റെഡിയായി. പിന്നെ നമ്മളത് ആ ചോറ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ സാമ്പാറും വെള്ളപ്പയറും ഉപ്പേരിയും ഇന്ന് രാവിലെ ഉണ്ടാക്കിയ പുതിന ചമ്മന്തി കുറച്ചുണ്ടായിരുന്നു. അതും കൂട്ടിയിട്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചത് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കടന്നു. ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഞാനിതാ പുറത്ത് വരുമ്പോൾ ഏട്ടൻ ഇങ്ങനെ വല നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ടാണ് നമ്മുടെ ഈ ഒരു അട്ടപ്പെട്ടിയിൽ കുറച്ച് പുളി എടുത്ത് വെച്ചിട്ട്, പുളി എടുത്ത് വെക്കില്ല, പുളി പെറുക്കി വെച്ചിട്ട്. അപ്പോൾ പുളി ഇല്ലേ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇത്തവണ പുളി ഉണ്ടാവുമോ കിട്ടുമോ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുളി എന്ന് പറയുന്നത് ഇത്തവണ എന്താണെന്നറിയില്ല, ഇതുപോലെ അങ്ങനെ കമ്മിയായിട്ടേ ഇല്ല. ഇത്തവണ തീരെ പുളിയില്ല. എനിക്ക് 1 കിലോ പുളി പോലും കിട്ടുമെന്നൊരു ഡൗട്ടാണ്. കാരണം അത്രയ്ക്കേ ഉള്ളൂ. നമ്മൾ ആ ഒരു അട്ടപ്പെട്ടി ഉണ്ടല്ലോ, അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വീണതൊക്കെ പെറുക്കിയിട്ടതാണ്. ഒരു കുറച്ചുണ്ടാവും കേട്ടോ, ഒരു മുറം പോലും ഉണ്ടായിരുന്നില്ല നമ്മൾ തൊണ്ട് കളയാത്ത പുളി, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിത്തവണ ഇനി കാശ് കൊടുത്ത് തന്നെ പുളി വാങ്ങിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ് പുളി ഇങ്ങനെ കമ്മിയായി എന്നറിയില്ല. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് കാശ് കൊടുത്ത് പുറത്ത് പോയി വാങ്ങിക്കേണ്ട അവസ്ഥയാണ് കേട്ടോ ഇത്തവണ. അപ്പോൾ കുറേ പേര് ചോദിക്കുകയും ചെയ്തു പുളി ഉണ്ടാവുമോ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും പുളി ഇത്തവണ ഇല്ല കേട്ടോ. അടുത്ത പ്രാവശ്യം നോക്കാം. നമുക്ക് അടുത്ത പ്രാവശ്യം ഇനിയിപ്പോൾ കഴിക്കുമോ എന്തോ അറിയില്ല. ഇനി പുളീൻ്റെ പണിയൊന്നും ചെയ്യാനായിട്ട് ഇത്തവണയില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ തവണയാണെങ്കിൽ പുളിപ്പണി ഉണ്ടായിരുന്നു കേട്ടോ കുറേ. പിന്നെ നമ്മൾ കൊടുത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ടൈമിന് എത്തിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു സമയത്ത്. ഇപ്പം പിന്നെ അത് ഒരു പണിയില്ല. ഇനിയിപ്പോൾ കുറച്ച് മഞ്ഞളുണ്ട് കളയ്ക്കാനായിട്ട്. അത് കളയ്ക്കാൻ ഇങ്ങനെ സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്തായാലും ഇനിയിപ്പോൾ വീട്ടിലെ കുറച്ച് പണികളൊക്കെ തിരക്കുണ്ടായിരുന്നു. നമ്മൾ വേലയൊക്കെ വരുന്നത് കൊണ്ട് വീട്ടിലെ കുറച്ച് അല്ലറ ചില്ലറ ഒതുക്കലും പറിക്കലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പണി തിരക്കിൽ അതൊക്കെ അങ്ങനെ മറന്നിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറേ പണികളുണ്ട് വീട്ടിൽ. മഞ്ഞൾ കളയ്ക്കണം, വിറകൊക്കെ വെട്ടി ഒതുക്കി നമ്മൾ അടുക്കി പെറുക്കി അങ്ങോട്ട് വെക്കണം. അങ്ങനെ കുറേ പണികളുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ കുറച്ച് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം മഴക്കാലമൊന്നും വരുന്നില്ലല്ലോ, വേനൽക്കാലമാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് സമയമുണ്ട്. അപ്പോൾ അങ്ങനെ പതുക്കെ ഓരോ ദിവസമായിട്ട് ഓരോന്നായിട്ട് അങ്ങനെ ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ രാവിലെ അടുക്കളയൊന്നും തുടച്ച് വിടാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പെട്ടെന്ന് അങ്ങനെ റെഡി ആയിട്ട് പോയതാണ്. അപ്പോൾ ഇന്നിപ്പോൾ അത് അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് തുടയ്ക്കാനായിട്ട് നിന്നു കേട്ടോ. രാവിലെ പറ്റാത്തത് കൊണ്ട് ഇതിപ്പോൾ അടുക്കളയൊന്ന് തുടച്ച് വിടുകയാണ്. തട്ടി അടിക്കുകയൊന്നും ചെയ്തില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ വൃത്തിയാക്കിയതാണ്, ഡീപ്പ് ക്ലീനിങ് ചെയ്തതാണ് അടുക്കള. അതുകൊണ്ട് കുഴപ്പമില്ല. ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയായി അടിച്ചിട്ട് ഒന്ന് തുടച്ച് വിട്ടാൽ മാത്രം മതി. അപ്പോൾ അടുക്കള വൃത്തിയാക്കൽ നമ്മുടെ വീട് മൊത്തം തട്ടി അടിച്ച് വൃത്തിയാക്കുന്നത് ഒരേപോലെ തന്നെയാണ് കേട്ടോ. അടുക്കള ഒരു ദിവസം നിന്നാൽ അടുക്കളപ്പണി മൊത്തം വൃത്തിയാക്കാനായിട്ടൊക്കെ പറ്റുള്ളൂ. കാരണം അത്രയും നമുക്ക് അടുക്കളയിൽ വൃത്തിയാക്കാനുണ്ടാവും. നമ്മുടെ ഷെൽഫും അല്ലെങ്കിൽ പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ വൃത്തിയാക്കി വരുമ്പോഴത്തേക്കും ഒരു ദിവസം പിടിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു പണിയൊക്കെ ഒതുക്കി വെച്ചത് കൊണ്ട് അതൊരു സമാധാനം. പിന്നെ വീട് ക്ലീനിങ്ങും കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു സമാധാനത്തിലിരിക്കുക കേട്ടോ. ഇത്രയും ദിവസം വീട് ഇങ്ങനെ വൃത്തിയാക്കിയില്ലല്ലോ, അല്ലെങ്കിൽ തട്ടി അടിച്ച് വൃത്തിയാക്കാൻ പറ്റിയില്ലല്ലോ എന്ന് മറ്റെന്നെ ഇങ്ങനെ തലയ്ക്ക് മുകളിലിരിക്കുകയാണ്. പക്ഷെ ചെയ്യാനായിട്ടും വയ്യ, ഒറ്റയ്ക്ക് ചെയ്യാനും ഒരു മടി. പിന്നെ പൊടിയടിച്ച് അസുഖം വരുമോ, ശ്വാസം മുട്ടൽ വരുമോ എന്നുള്ളൊരു പേടി, അങ്ങനെ ഇരുന്നതാണ്. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ ചാട്ടപ്പെട്ടേന്ന് അങ്ങോട്ട് ആ ഒരു പണിയൊക്കെ ഒതുക്കി വെച്ചതുകൊണ്ട് ആ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനിയിപ്പോൾ വീഡിയോ ഒന്നും എടുക്കാനുള്ള, വൈകുന്നേരത്തേക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാനുള്ള ഒരു പ്ലാനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.